this video, we are going to discuss about significant figures. എന്താണ് significant figures എന്നല്ലേ? നോക്കൂ, 2.76 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ എഴുതി അല്ല, ഇതൊരു ലെങ്ത് ആണ്. ഇതിനകത്ത് 2 എന്നാൽ അവിടെ സംശയമൊന്നുമില്ല. 2.7 നമുക്ക് ഓൾറെഡി കിട്ടിയതുകൊണ്ട് 2 ശരിക്കും ഉറപ്പുള്ള ഒരു വാല്യൂ ആണ്. അതേപോലെ 7 കഴിഞ്ഞ് 6 അല്ലേ, 6 ഇവിടെ വന്നതുകൊണ്ട് 2.7 വരെ നമുക്ക് ഒരു അൺസർട്ടനിറ്റിയും ഇല്ല. അതായത് നമുക്ക് ഉറപ്പാണ് അത് ക്ലിയർ ആയിട്ടുള്ള വാല്യൂ ആണെന്ന്. എന്നാൽ അവസാനത്തെ 6 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറർ എന്ന ഒരു ടോപ്പിക്ക് കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 6-ന് അവിടെ എന്തുണ്ട്, ഒരു തീർച്ചയില്ലായ്മ, അല്ലെങ്കിൽ അത് നമുക്ക് ശരിക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് 6 ആണ് എന്ന്. ചിലപ്പോൾ 6-നേക്കാൾ കുറച്ചും കൂടി കൂടാം, അല്ലെങ്കിൽ 6-നേക്കാൾ കുറച്ചുകൂടി കുറയാം. അതായത് ഈ എക്സാമ്പിളിൽ 2-നെയും 7-നെയും നമുക്ക് പറയാം റിലയബിൾ ഡിജിറ്റാണ് അല്ലേ. എന്നാൽ 6 നമുക്ക് തീർച്ചയില്ലാത്ത അവസാനത്തെ ഡിജിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു ഡിജിറ്റാണ്. ദ റിലയബിൾ ഡിജിറ്റ്സ് ആൻഡ് the first uncertain digit are called significant figures. അപ്പോൾ ഇവിടെ 2-ഉം 7-ഉം റിലയബിൾ ഡിജിറ്റുകളാണ്. അവസാനത്തെ ഈ 6 അൺസർട്ടൈൻ ആയിട്ടുള്ള ഡിജിറ്റാണ്. അപ്പോൾ ഈ 3-നെയും നമുക്ക് വിളിക്കാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില റൂൾസ് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൂള് എഴുതുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ നോക്കാം. 28.723 എല്ലാം നോൺ സീറോ ഡിജിറ്റുകളാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ റൂൾ എഴുതി വെക്കാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ റൂളാണ് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അങ്ങനെയാണെങ്കിൽ പറയൂ, ഈ എക്സാമ്പിളിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 4 5. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 5 ആണ്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, നോൺ സീറോ ഡിജിറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലാതെ വരുന്നത് ആരായിരിക്കുമെന്നറിയാമോ? സീറോസ് ആണ് നമ്മളെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ നിന്നും, അല്ലെങ്കിൽ എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ. അടുത്ത എക്സാമ്പിൾ ഇങ്ങനെയാണ്, 10206 അല്ലേ. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാവും 1 2 6 നോൺ സീറോ ഡിജിറ്റുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൂള് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ 1ഉം 2ഉം 6ഉം ഓൾറെഡി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. പിന്നെ സംശയം ഈ സീറോസിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്നും നമുക്ക് ആ റൂൾ എഴുതി വെക്കാം. ഓൾ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ 0 1 2 എന്ന 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലാണ് വരുന്നത്. അതുപോലെ ഈ 0 വരുന്നത് 2 ആൻഡ് 6 ഈ 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 2 3 4 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകളാണ്. നോക്കൂ, 100.702 അല്ലെങ്കിൽ 100.7304 ഇങ്ങനെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പറയൂ, ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ പോകുന്നത് ഈ ഡെസിമൽ പോയിൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാനൊരു ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നോൺ സീറോ ഡിജിറ്റ് ഓൾറെഡി സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അതുപോലെ 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ 0 വന്നാൽ അതും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്നാണ് രണ്ടാമത്തെ റൂള്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെസിമൽ പോയിൻ്റ് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ പറയൂ, ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1 2 3 4 അല്ലേ. നോൺ സീറോ 4 നോൺ സീറോ ഡിജിറ്റ് തന്നെയുണ്ട്. പിന്നെ ഈ പോയിൻ്റ് നോക്കാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1ഉം 7ഉം നോൺ സീറോ ഡിജിറ്റാണ്. അതിൻ്റെ ഇടയിലുള്ള ഈ 2 സീറോയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അതുപോലെ 3ക്കും 4നും ഇടയിലുള്ള ഈ 0യും സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അപ്പോൾ മൊത്തം ഇവിടെ ഉള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എഴുതി വെച്ചോളൂ, 7 ആണ്. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കൂ, ഞാനിവിടെ 500 എന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ
ഈ രണ്ട് സീറോകൾ രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിലല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത റൂളാണ് ദി ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ പോയിൻ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 1 ആണ്. കാരണം ടെർമിനൽ സീറോ അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തേക്ക് വരുന്ന സീറോസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 1 ആണ്. അതേപോലെ 25,000 ഇതിനകത്തും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? ഇതിനകത്ത് 2 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കാരണം ഇവിടെ അവസാനം ഒരു ഡെസിമൽ പോയിൻ്റ് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയുടെ ഡൗട്ട്, സാർ അപ്പോൾ അവസാനം ഇവിടെ ഇങ്ങനെ ഒരു ഡെസിമൽ പോയിൻ്റ് വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ്, അല്ലേ? നല്ലൊരു ചോദ്യമാണത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നേരത്തെ ഇപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 2 ആണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഡെസിമൽ പ്ലേസ് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 5 ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു സംഗതിയാണ്, നോക്കൂ 125 മീറ്റർ ഇവിടെ നോൺ സീറോ ഡിജിറ്റ്സ് ആണല്ലേ 1ഉം 2ഉം 5ഉം. അതുകൊണ്ട് ആദ്യത്തെ റൂൾ അനുസരിച്ച് തന്നെ നമുക്ക് പറയാം ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന്. എന്നാൽ ഞാൻ ഈ യൂണിറ്റ്, അതായത് മീറ്റർ SI യൂണിറ്റിൽ നിന്നും ഞാൻ CGS യൂണിറ്റിലേക്ക് മാറ്റുകയാണെന്ന് വിചാരിക്കുക, അതായത് സെൻറ്റിമീറ്ററിൽ മാറ്റുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാകുമെന്ന്? 12,500 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാകുമെന്ന്, അല്ലേ? അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്നും വേറെ ഒരു യൂണിറ്റിലേക്ക് നമ്മൾ ഒരു മെഷർമെൻറ്റ് മാറ്റിയാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ 161 സെൻറ്റിമീറ്റർ നിങ്ങൾ കാണുന്നുണ്ട്, അല്ലേ? ഇവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അതേപോലെ ഇതിനെ നമ്മൾ 161.0 സെൻറ്റിമീറ്റർ എന്ന് എഴുതി എന്നുള്ളത് കൊണ്ട് ഇവിടെ വാല്യൂവിന് മാറ്റമൊന്നും വരുന്നില്ല. പക്ഷേ എന്താ മാറ്റം വന്നത്? ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് വന്നു, അതിനുശേഷം ഒരു 0 വന്നു. ഇപ്പോൾ ഇവിടെയുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 ആണ്. അതായത് 161.000 സെൻറ്റിമീറ്റർ ആണെങ്കിലോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 6 ആണ്. അപ്പോൾ എഴുതി വെച്ചോളൂ, ഓൾ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ഡെസിമൽ പോയിൻറ്റ് ആൻഡ് ടു ദ റൈറ്റ് ഓഫ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് ഡെസിമൽ പ്ലേസിൻ്റെ വലതുവശത്ത് എങ്ങനെയായിരിക്കണം? വെറുതെ വന്നാൽ പോരാ, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൻ്റെയും വലതുവശത്തേക്ക് വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. ഓക്കെ, അപ്പോൾ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, ഈ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന്. നോക്കൂ, 102.00 ഈ എക്സാമ്പിളിൽ നമുക്ക് കിട്ടുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 5 ആണ്. അതിൻ്റെ കാരണം ഇവിടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് നമ്മൾ എടുക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ 1 ആണ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. അപ്പോൾ ആദ്യത്തെ റൂൾ അനുസരിച്ച് 1ഉം 2ഉം സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. രണ്ടാമത്തെ റൂള് അനുസരിച്ച് 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ വരുന്ന ഈ 0യും സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഡെസിമൽ പ്ലേസിൻ്റെ വലത്തോട്ടും ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൻ്റെ വലത്തോട്ടും വരുന്ന 0 എല്ലാം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 5 ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ, 0.002501 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ സെൻറ്റിമീറ്ററോ മീറ്റർ പെർ സെക്കൻഡോ എന്തും വരാം, ഞാൻ ജസ്റ്റ് ലെങ്ത്ത് മാത്രം എടുത്ത് പറയുന്നു എന്നുള്ളൂ കേട്ടോ. ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ഈ നമ്പർ ലെസ് ദാൻ 1 ആണ്, അല്ലേ? പോയിൻ്റ് സംതിങ് വന്നാൽ തന്നെ നമുക്കറിയാം അത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം ഞാൻ പറയാം, നോക്കൂ, 4 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ അത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾ എഴുതിയെടുത്തോളൂ. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1, the zeros on the right of decimal point but to the left of the first non-zero digit are not significant. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കൂ, സീറോസ് വരുന്നത് ഡെസിമൽ പ്ലേസിൻ്റെ വലതുവശത്തേക്ക്. അപ്പോൾ ഇവിടെ 2 സീറോസ് കാണാം, അല്ലേ? പക്ഷേ അത് ലെഫ്റ്റ് ഓഫ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ലെഫ്റ്റ് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ 2 ആണ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, അല്ലേ? ആ നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടതുവശത്തേക്ക് വരുന്ന സീറോകളും അതേപോലെ ഡെസിമൽ പ്ലേസിൻ്റെ വലതുവശത്തേക്ക് വരുന്ന സീറോകളും എന്തല്ല? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ല.
അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കിട്ടിയത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവസാനത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3.7 × 10⁻²4. ഈ എക്സാമ്പിളിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നറിയാമോ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ്. അപ്പോൾ ആ റൂളും കൂടി എഴുതിയെടുത്തോളൂ. പവർ ഓഫ് 10 ഈസ് നോട്ട് കൗണ്ടഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നോക്കൂ, ഇവിടെ 6 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയൂ. ഇതിൽ ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ ആൻസർ നമുക്ക് ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള 3 എണ്ണം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തോളൂ കേട്ടോ. ആദ്യത്തേതിൽ നോക്കൂ, എനിക്ക് കിട്ടിയിരിക്കുന്നു 1. ഈ 0.007 m² എന്ന എക്സാമ്പിളിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 ആണ്. രണ്ടാമത്തെ നമ്പറിൽ എനിക്ക് കിട്ടിയ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 ആണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിളിൽ എനിക്ക് കിട്ടിയ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും 4 തന്നെയാണ്. ബാക്കി 3 എണ്ണം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തോളൂ. അടുത്ത സൈഡ് ഹെഡിങ് ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. നമുക്കറിയാം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അല്ലേ. അപ്പോൾ ആഡ് ചെയ്യുക, 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയോ, ഇനി 2 അല്ല 3 or 4 എത്ര ആണെങ്കിലും അത് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെ ആയിരിക്കണം എന്നോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്ന് ഉള്ളതിനെക്കുറിച്ച് റൂൾസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ റൂൾസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റൗണ്ടിങ് ഓഫ് എ മെഷർമെൻറ്റ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മറന്നുപോയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അത് ഒന്നും കൂടെ ഇവിടെ പറയാം. റൗണ്ടിങ് ഓഫിന് 3 റൂൾസാണുള്ളത്. അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കേണ്ട അൺസർട്ടൻ ആയിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ നമ്പേഴ്സിൽ നമ്മൾക്ക് ഒഴിവാക്കേണ്ടത് <5 ആണോ <5 ആണോ അല്ലെങ്കിൽ നമ്മൾ ആ ഒഴിവാക്കുന്നത് 5 തന്നെയാണോ എന്ന കാര്യം നോക്കിയിട്ടാണ് നമ്മൾ ഈ റൂൾസ് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ റൂൾസ് പഠിക്കാം. 13.43 ഇവിടെ എനിക്ക് ഈ അവസാനത്തെ 3 എനിക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ഈ 3, ഇനിയിപ്പോൾ അവിടെ നിങ്ങൾ 5, 9, 7 ഇങ്ങനെയൊക്കെ എത്ര നമ്പേഴ്സ് വന്നാലും ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. 3 മുതൽ അങ്ങോട്ട് ഫുള്ള് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 5 ആണോ <5 ആണോ അല്ലെങ്കിൽ 5 ആണോ എന്നാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ ഞാൻ <5 വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് 3 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സ് ഡ്രോപ്പ് ചെയ്യണം. അത് <5 ആണ് അല്ലേ. അതുകൊണ്ട് നമ്മളുടെ റൂളാണ് ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് സ്മോളർ ദാൻ 5 ദെൻ പ്രിസീഡിങ് ഡിജിറ്റ് ഈസ് ലെഫ്റ്റ് അൺചേഞ്ച്ഡ്. എന്ന് വെച്ചാൽ ഇവിടെ 3 ആണ് <5 ആയിട്ടുള്ളത്. അതുകൊണ്ട് തൊട്ട് മുമ്പെയുള്ള ഈ ഒരു ഡിജിറ്റ് നമ്മൾ അൺചേഞ്ച് ചെയ്തിരിക്കണം. അതായത് അതിന് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എനിക്ക് കിട്ടുന്ന റിസൾട്ട് 13.4 ആയിരിക്കും. ഇനി അടുത്ത റൂൾ നോക്കൂ. 14.7891 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എനിക്ക് കിട്ടി. അപ്പോൾ ഇവിടെ 8 മുതലുള്ള ഈ നമ്പേഴ്സ് എനിക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത റൂള് ഇത് 5 ആണോ <5 ആണോ <5 ആണോ എന്ന് നോക്കുക. ഈ 8 എന്നുള്ളത് <5 അല്ലേ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് ഡ്രോപ്പ് ചെയ്യുന്ന നമ്പർ <5 ആവുമ്പോഴുള്ള അവസ്ഥയാണ്. ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തേത് നമ്മൾ രണ്ടാമത്തെ റൂൾ പറയണം. അതായത് ഡ്രോപ്പ് ചെയ്യുന്ന നമ്പർ ഇഫ് ഇറ്റ് ഈസ് <5. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തൊട്ട് മുമ്പത്തെ പ്രിസീഡിങ് ഡിജിറ്റായ 7നെ നമ്മൾ 1 ആഡ് ചെയ്ത് എഴുതണം. അതായത് ഇതിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം 14.8. ഓക്കെ, അപ്പോൾ ആ റൂൾ എഴുതിയെടുത്തോളൂ. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് <5 ദെൻ ദ പ്രിസീഡിങ് ഡിജിറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. ഇനി നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്ന നമ്പർ 5 തന്നെയാണെങ്കിൽ എന്താണെന്ന് നോക്കാം. അതാണ് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ളത്.
ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. അത് 7.74521. നോക്കൂ, ഇവിടെ എനിക്ക് ഇവിടുന്ന്, അതായത് ഈ 5 മുതൽ ഇങ്ങോട്ട് എനിക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഉള്ള റൂൾ എന്താണെന്നറിയാമോ? എഴുതിയെടുത്തോളൂ. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് 5, then the preceding digit is left unchanged if it is even. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ 5 നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് 5 തന്നെയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ നോക്കുക. നോക്കൂ, ഇവിടെ ഇപ്പം 4 ആണ് അല്ലേ. 4 എന്താണ്? അതൊരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആ സംഖ്യ ഒന്നും ചെയ്യാതെ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട 5 മുതൽ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇതിനെ ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിന് തൊട്ട് മുമ്പേ ഓഡ് നമ്പർ ആണെങ്കിലോ? അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. 8.83598 എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു നമ്പറാണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് റൂൾ എഴുതിയെടുക്കാം. ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് 5, then the preceding digit is increased by 1 if it is odd. അതായത് നോക്കൂ, ഈ 5 ആണ് എനിക്ക്, ഈ 5 മുതലുള്ള സംഖ്യകളാണ് എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 5ൻ്റെ ഇപ്പുറത്തുള്ള തൊട്ട് മുമ്പുള്ള ഡിജിറ്റ് ഓഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 5 മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഡിജിറ്റുകളും ഡ്രോപ്പ് ചെയ്യണം. പക്ഷേ അതിങ്ങനെ ആയിരിക്കും, 8.84 എന്നാണ്. അപ്പോൾ ഒരു മെഷർമെൻറ്റ് റൗണ്ട് ഓഫ് ചെയ്യാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് പറയാം. ആദ്യം എഴുതി വെച്ചോളൂ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ. ആ റൂൾ എഴുതി വെച്ചോളൂ. ഇൻ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ, ദി ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദി സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് as that of the original number with a minimum number of decimal places. I repeat, minimum number of decimal places. അതെന്തിനാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞെന്നറിയാമോ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോൾ ആ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസിന് പകരം മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് വരിക. പല കുട്ടികൾക്കും ഞാൻ എന്താ പറഞ്ഞതെന്ന് ഇപ്പോൾ ഒരു ഐഡിയയും കിട്ടി കാണില്ല. ഡോണ്ട് വറി, നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. 3 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 സംഖ്യകളെ നമുക്ക് ഇതുപോലെ എഴുതാം. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 8, അതുപോലെ 3, 4ഉം 1ഉം കൂട്ടിയ 5, പിന്നെ 19.3538 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത നമ്പറുകളിൽ ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസസ് ഏതിനാണോ ഉള്ളത് അത് ആദ്യം നമുക്ക് നോക്കാം അല്ലേ. ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പോയിന്റ് നോക്കാം. ഇവിടെ 7 പോയിന്റ് ഡെസിമൽ കഴിഞ്ഞിട്ട് 1 2 അല്ലേ. ഇവിടെ 12 പോയിന്റ് അല്ലെങ്കിൽ 12 കഴിഞ്ഞ് ഡെസിമൽ കഴിഞ്ഞ് 1 2 3. ഇതിന് 2 ആണ്. ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇവിടെ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 1 2 3 4 ആണ്. അപ്പോൾ ഏതിനാണ് ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസ് ഉള്ളത്? എന്ത് സംശയം? 7.21 എന്ന സംഖ്യക്കാണ് ഏറ്റവും കുറഞ്ഞ ഡെസിമൽ പ്ലേസസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ റൂൾ അനുസരിച്ച് നമ്മളുടെ റിസൾട്ടിലും എത്ര ഡെസിമൽ പ്ലേസസേ പാടുള്ളൂ? 2 ഡെസിമൽ പ്ലേസസേ പാടുള്ളൂ. എന്ന് വെച്ചാൽ 19 പോയിന്റ് കഴിഞ്ഞാൽ 35 വരെ ഉണ്ടാവാൻ പാടുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. തൊട്ട് മുമ്പ് റൗണ്ടിങ് ഓഫ് പഠിപ്പിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. 19 പോയിന്റ്. നോക്കൂ, എനിക്ക് ഈ 35 വരെ മതി. അതായത് ഈ 3 മുതൽ അങ്ങോട്ടുള്ള നമ്പറിനെ എനിക്ക് ഡ്രോപ്പ് ചെയ്യണം. 3 ലെസ് ദാൻ 5 അല്ലേ. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, അവിടെ നിന്ന് അങ്ങോട്ട് ചുമ്മാ ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 19.35 ആയിരിക്കും. ഇതേ റൂൾ തന്നെയാണ് നിങ്ങൾ 2 സംഖ്യകൾ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴും ഉപയോഗിക്കേണ്ടത്. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. അതിനുള്ള റൂൾ ആദ്യം എഴുതിയെടുത്തോളൂ. ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, ദി ഫൈനൽ റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദി സെയിം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആസ് ദാറ്റ് ഓഫ് ദി ഒറിജിനൽ നമ്പർ വിത്ത് മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഐ റിപ്പീറ്റ്, മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. തൊട്ട് മുമ്പ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ മിനിമം
നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസാണ് പറഞ്ഞത്. എന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന മൾട്ടിപ്ലയേഴ്സിൽ ഏത് നമ്പറിലാണോ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഫൈനൽ റിസൾട്ടിൽ ഉണ്ടാവാൻ പാടുള്ളൂ. 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് ഇതുപോലെ എഴുതാം. ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ നോക്കൂ. അത് 4820.826 ആണ്. അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് നോക്കൂ. ഇതിനകത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഈ 3 നമ്പേഴ്സിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതിലുള്ളത് നോക്കാം. നോക്കൂ, ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? നമ്മൾ റൂൾ പഠിച്ചല്ലോ, 1 2 3 അല്ലേ? ഇതിനകത്ത് 1 2 3 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. എന്നാൽ അവസാനത്തിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണുള്ളത്. ഡെസിമൽ പ്ലേസ് അല്ല, നമ്മളിവിടെ മൾട്ടിപ്ലൈയോ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടിലും എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നോക്കാം, ഇവിടെ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുന്നത് 4800. ഇങ്ങനെയാണ് നമ്മളിതിനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ പല കുട്ടികളും ആലോചിക്കുന്നത് ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നാണ്. നോക്കൂ, 4820.826 ഞാൻ അപ്രോക്സിമേറ്റ്ലി റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്നു 4800. പക്ഷേ എന്താ കാര്യം? ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. റൂൾ അനുസരിച്ച് മൾട്ടിപ്ലയറിൽ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് ഈ 3ാമത്തെ നമ്പറിനാണ് അല്ലേ? അപ്പോൾ നമ്മളെ റിസൾട്ടിലും അത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉണ്ടാകാൻ പാടുള്ളൂ. നോക്കൂ, ആകെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുനിന്ന് വലിയ വ്യത്യാസമൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അവസാനം റൗണ്ട് ഓഫ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് 2 ഹോംവർക്ക് തരികയാണ്, എഴുതിയെടുത്തോളൂ. ഇതോടുകൂടി +1 ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പൂർത്തിയാവുകയാണ്. ഈ ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് ഉപയോഗിച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം. ഒരുപാട് ഹോംവർക്കുകളും അതുപോലെ പ്രാക്ടീസ് പ്രോബ്ലംസും ഒക്കെ ആ വീഡിയോകളിലുണ്ട്. പുതിയ ഒരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം.